നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഗോവർദ്ധനും കൂടെ ബാലചന്ദ്രനും കൂടെ ഒടുവില് കടപ്പാട്ട് വീട്ടിലെത്തുകയാണ്. അപ്പൊ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട, അതൊക്കെ എനിക്കറിയാം ബാലേട്ട. ബാലേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിയുമ്പോഴത്തേനും കൃഷ്ണമോൾ ഓടി വന്ന് കഥ തുറന്നു. ആഹാ, അച്ഛനും കൂടെ എത്തിയോന്ന് ചോദിച്ചു. അല്ല, ഇവിടെയുള്ളവരൊക്കെ എന്തിയേ എന്ന് ചോദിച്ചു. അതും പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. ബാലേന്ദ്രന് പിന്നാലെ ഗോവർദ്ധനം. അത് ഇവിടെ ഉണ്ടായിരുന്നു, ബബിതേച്ചി ഇപ്പോഴും ഉണ്ടായിരുന്നു, രോഹിത്തേണ്ണ ഉണ്ടായിരുന്നു, പിന്നെ അലീനി ചേച്ചി അടുക്കള കാണുമെന്ന് പറഞ്ഞു, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നീ ആ കാറിൻ്റെ കീ രോഹിത്തിനോട് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞു. രോഹിത്തേട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് വിളിക്കുവാണ്. ഈ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയോട് കൂടിയിട്ടാണ് ഗോവർദ്ധൻ നോക്കുന്നത്. ഇപ്പം ഗോവർദ്ധൻ്റെ സത്യങ്ങളൊക്കെ അറിയാലോ, അലീന ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ അലീന വന്ന് നിന്നിട്ട് രണ്ടുപേരുമായിട്ട് ചോദിച്ചു, ഓ, രാജ്യസഞ്ചാരമൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞു. അല്ല, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല അലച്ചിലായിരുന്നു തോന്നല്ലോ. അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, അച്ഛന് നല്ല ക്ഷീണമുണ്ട്. അലച്ചിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മോളെ, ഇതൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിയുമ്പോൾ മാറിക്കോളും. നീ ഒരു കാര്യം ചെയ്യുക, ഗോവർദ്ധന് നല്ല അടിപൊളി ചായ ഒരെണ്ണം കൊടുത്തുകൊണ്ട് കൊടുക്ക്, എന്നിട്ട് വേണം പറഞ്ഞു വിടാരെന്ന് പറഞ്ഞു. അതിനെന്താ, ഞാൻ ഇപ്പം തന്നെ എടുക്കാം, അച്ഛനും എടുക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട, ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് ചായയൊക്കെ മതി, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും ഇങ്ങനെ അലീനയെ തന്നെ നോക്കുവാണ് ഗോവർദ്ധനൻ. ഗോവർദ്ധനാണ് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് താക്കോലൊക്കെ ആയിട്ട് രോഹിത് അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഭവിതയും കൂടെ വന്നു. ബാലേന്ദ്രൻ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും കൃഷ്ണമോള് ചോദിച്ചു, അച്ഛാ, അല്ല എവിടെയായിരുന്നു യാത്ര? കുറേ സ്ഥലങ്ങളൊക്കെ പോയി എന്നൊരു ഒഴുക്കം മട്ടി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ആ സമയം ഗോവർദ്ധനോട് കൃഷ്ണമോള് ചോദിച്ചു, അല്ല എവിടെയായിരുന്നു നിങ്ങളെ യാത്ര പോയത്? അത് പിന്നെ ബാലേട്ടനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ വെറും ഡ്രൈവർ മാത്രമായിരുന്നു, അവിടെയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഓഹോ, അച്ഛൻ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ, ഒളിച്ചു വെച്ചിരിക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ചായയൊക്കെ ആയിട്ട് വന്നു. താങ്കളെ ചായ, അതെ, മധുരം പാകത്തിനാണെന്ന് അറിയില്ല, അങ്കിളിൻ്റെ പാകത്തിനാണെന്ന് അറിയില്ല, ഞാൻ അച്ഛൻ്റെ പാകത്തിനാണ് എടുത്തതെന്ന് പറഞ്ഞു. കുടിച്ചു നോക്കിയിട്ട് ഗോവർദ്ധൻ പറഞ്ഞു, മതി, എനിക്ക് ഇത്രയും മധുരം മതി, ഞാൻ അധികം ഷുഗർ ഉപയോഗിക്കാറില്ല, നല്ല ചായ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അല്ല അങ്കിൾ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ എവിടെയൊക്കെയോ പോയി എന്ന് പറഞ്ഞു. കണ്ടോ, അങ്കിൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുമെന്ന് കൃഷ്ണമോള് വീണ്ടും പറയാണ്. അപ്പോഴേക്കും രോഹിത് കാറിൻ്റെ കീ അങ്ങോട്ട് കൊടുത്തു. ഇതേ അങ്കിളെ, അല്ല എങ്ങനെയുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്തിട്ട്? അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിന് രോഹിത് സ്റ്റിയറിംഗ് കൈവച്ചപ്പോൾ തന്നെ 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവനെ നിയന്ത്രിക്കാനായിട്ട്, അതുകൊണ്ട് അവന് പിന്നെ ഒന്നും ബുദ്ധിമുട്ടേണ്ട വന്നില്ല എന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന അങ്കിളെ ഭേദം, പിന്നെ വണ്ടി നല്ല കണ്ടീഷനാണ്, നല്ല സ്മൂത്താണ് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഗോവർദ്ധൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, കണ്ടില്ലേ, അങ്കിൾ എസ്കേപ്പ് ആയതാ, അങ്കിളിന് അറിയാം നമ്മളോട് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒന്നും പറയരുതെന്ന്, അതുകൊണ്ട് അങ്കിളൊന്നും പറയാതെ പോയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് മിക്കവാറും അലീന ചേച്ചി എവിടെയെങ്കിലും കൊണ്ട് ആക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ പോയിട്ടുണ്ടായിരിക്കുക. അല്ല, ചേച്ചിക്ക് സങ്കടമൊന്നും തോന്നില്ലേ എന്ന് കൃഷ്ണമോള് ചോദിച്ചു. അത് കേട്ടപ്പം അലീന അവരെയൊക്കെ നോക്കി, എന്നിട്ട് പറഞ്ഞു, സങ്കടമോ, നിങ്ങളെക്കാളും കൂടുതൽ സങ്കടമാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് പോകുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ഞാനിതെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കുക, എന്ത് ചെയ്യാൻ പറ്റും എന്ന് അലീന പറഞ്ഞു. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ. ഇതേ സമയത്ത് മനു ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്കിളെ യാത്ര കഴിഞ്ഞ് എത്തിയോന്ന് ചോദിച്ചു. അല്ല, ഞാൻ യാത്ര പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അതെ, അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു. ഓ, അലീന പറഞ്ഞായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് മനു പറഞ്ഞു, അല്ല അങ്കിള് പോയത് നീലഗിരിക്കില്ലേ? അത് പറഞ്ഞോ നീയോ? അതെ, നീലഗിരിക്ക് പോയി, പിന്നീട് അവിടുന്ന് പുനലൂർക്ക് പോയി, ശരിയല്ലേ ഞാൻ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഒന്നും ഞെട്ടി. എടാ, ഇതൊക്കെ നീ എങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിയുമെന്ന് പറഞ്ഞല്ലോ. പിന്നീട് പുനലൂർക്ക് പോയി സ്റ്റാൻലി ജോസഫിനെ കണ്ടു. സത്യമല്ലേ അങ്കിളെ, എന്തായി കാര്യങ്ങളൊക്കെ? സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് അലീനയുടെ കാര്യം സംസാരിച്ചോ? അയാൾ എന്തു പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അല്ലടാ, അത് നീ എങ്ങനെ അറിഞ്ഞതായിരിക്കും? അതെ, ഗംഗാധരൻ വല്യച്ഛൻ വന്നിട്ടുണ്ട്, വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീലഗിരി ചെന്ന് സ്റ്റാൻലി ജോസഫിൻ്റെ അഡ്രസ്സ് വാങ്ങിയാണ് അങ്കിള് പോയിരിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് കാര്യങ്ങൾ അറിയായിരുന്നു, അങ്കിള് അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനാൻ വേണ്ടിയാണ് പോയിരിക്കണേന്നുള്ള കാര്യം.
അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അലീനയെക്കുറിച്ച്. പക്ഷെ അയാളൊരു മറുപടി ഒന്നും തന്നിട്ടില്ല. അയാൾ മറുപടി തന്നിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ നോയാ പറയുന്നെങ്കിൽ ഇനി ഒരേ ഒരു അച്ഛൻ മാത്രമേ കാണത്തുള്ളൂ അലീനയ്ക്ക്, അത് ഈ ഞാനായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എടാ അവളോട് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും നീ പറയാൻ പോകണ്ട കേട്ടോ, സ്റ്റാലി ജോസഫിനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ. കാരണം അയാൾ സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേങ്കിൽ അയാൾ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ, അലീനയെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ അത് അലീനയ്ക്ക് ചിലപ്പോൾ വിഷമാവും. അലീന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്നറിഞ്ഞ സങ്കടമോ ഭാവം ആ മനസ്സിനെ ഇനിയും വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ സ്റ്റാലിൻ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം ഇവിടെ വന്നതിന് ശേഷം അലീനയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി ഇത് തൻ്റെ അച്ഛനാന്നുള്ള കാര്യം. അതുവരെ അവൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ട. ഇല്ലെങ്കിലേ ഞാൻ പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എങ്കിൽ ശരി മനു, ഞാൻ പിന്നീട് പറയാം. അല്ലെങ്കിലേ അത് പിന്നെ അതെ, കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇപ്പോഴേ ഞാൻ മടുത്തു വന്നോളൂ, ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുവാണ്. ഈ സമയത്ത് രേവതിക്കുട്ടിയാണെങ്കിൽ ചായയൊക്കെ എടുക്കുക. രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ചായയൊക്കെ എടുത്തോണ്ട് ഗ്രേസമ്മയ്ക്ക് കൊടുക്കണം. അപ്പൊ ഗ്രേസമ്മ കറക്കി എരിഞ്ഞോണ്ടിരിക്കുക. എന്താടി ഇന്ന് ചായക്കൊക്കെ കുറച്ച് താമസമാണല്ലോ. എന്ത് ചെയ്യാൻ ആന്റി, ചായ എടുക്കുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോ എന്ത് പറ്റി നിന്റെ മനസ്സിന്? ആ സമയത്താണ് മാമച്ചൻ അങ്ങോട്ട് വരുന്നത്. അത് ശരിയാ, നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. ഇവള് ചിലപ്പോഴേ നേരത്തെ മോള് വരുന്നതിന് മുമ്പ് കഞ്ഞിയും കറിയൊക്കെ വെക്കണ സമയത്ത് കറിക്ക് ചിലപ്പോൾ ഭയങ്കര എരിവായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും. അതിങ്ങനെയാ എൻ്റെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടുകാരെ വിളിക്കാത്ത ദിവസമാണെങ്കിൽ ഉപ്പും കാണത്തില്ല, എരിവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അത് കേട്ടത് രസം പറഞ്ഞു. അത് ശരിയാ മാമച്ച പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടുകാരെ പറച്ചിൽ അങ്ങോട്ട് നിർത്തി, ഉണ്ടാക്കൽ നിർത്തി എന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞ് രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കാനാണോ? അയ്യോ അടി ഉണ്ടാക്കണ്ടേ, ഞാനാണെങ്കിൽ എൻ്റെ വിഷമം ഒന്ന് പറഞ്ഞു പോയതാ. അല്ല നിനക്കെന്താ ഇപ്പോൾ ഒരു വിഷമം? എന്താന്ന് അറിയില്ലല്ലേ? അതെ അലീന ചേച്ചി പോട്ട് ഇതിലായിട്ടും വിളിച്ചിട്ടില്ല. ഓ അതാണോ? അതിൻ്റെ ഒരു കാര്യം ചെയ്യുക, നീ അങ്ങോട്ടേക്ക് വിളിക്കുക. അത് പിന്നെ എന്താ വിളിച്ചാലെന്താ എന്ന് ചോദിച്ചു. ഒടുവിൽ രേവതിക്കുട്ടി ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള പോയി ഫോൺ എടുക്കുന്നേ. രേവതി ചേച്ചിയായിരുന്നോ എന്ന് ചോദിച്ചു. അതെ. അല്ല എന്തിയേ അലീന ചേച്ചി എന്തിയെന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. കൃഷ്ണമോള് ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ടു. എന്താടി വിളിച്ചേ? ഓ ഇവിടെ നിന്ന് പോയ പിന്നെ നമ്മളെയൊന്നും വേണ്ടല്ലോ, നമ്മളെയൊക്കെ മറന്നു പോയല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറയാതെ എടി നീ ഇത് എവിടെ നിന്നായി കുശുമ്പൊക്കെ പഠിച്ചേ? അതെ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തുനിന്നോ. എൻ്റെ അടുത്തുനിന്നോ? പിന്നല്ലാതെ എനിക്ക് ഒരേ ഒരു ചേച്ചിയല്ലേ ഉള്ളൂ, അപ്പോൾ കുശുമ്പ് കൂത്താനും എല്ലാത്തിനുമായിട്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അപ്പം ഞങ്ങളൊക്കെ ആരാ? ഞാനാരാ? നീ എൻ്റെ അനുജത്തിയല്ലേ? അപ്പം ബബിതേച്ചിയോ? അതെൻ്റെ ഇരട്ടപ്പരട്ടയല്ലേ എന്ന് ചോദിച്ചു. അപ്പം രോഹിത്തേട്ടനോ? അതെൻ്റെ ശത്രു വീരനല്ലേന്ന് ചോദിച്ചു. രോഹിത്തേട്ടൻ കേൾക്കണ്ടെന്ന് പറഞ്ഞു കൃഷ്ണമോള്. അപ്പോഴേക്കും അലീന പറഞ്ഞു, മോളെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയില്ലോ. ഇവിടെയാണെങ്കിലോ പൂരപ്പറമ്പിൽ ആളൊഴിഞ്ഞ പോലെ ആയിപ്പോയി. എന്തൊരു ഒച്ചപ്പാടും ബഹളമായിരുന്നു 2-3 ദിവസം. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ശബ്ദം മാത്രം പൊങ്ങുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2-3 ദിവസം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭവിത അങ്ങോട്ടേക്ക് വരുന്നത്. ആരാന്ന് ചോദിച്ചു. ഭവിത ആണോടിന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ അമ്മ രേവതി അമ്മച്ചിയാണോ? അതെ രേവതി അമ്മച്ചിയാന്ന് പറഞ്ഞു. നിനക്ക് സുഖമാണോ? ഓ അവിടുന്ന് പോന്നിട്ട് ഒരു സുഖമില്ല. ഞാൻ പറഞ്ഞാൽ നമുക്ക് വല്ല വാഗമണ്ണിന് ട്രിപ്പ് പോവാന്ന്. അപ്പൊ ഈ അലീന ചേച്ചി സംഭവിച്ചില്ല, അച്ഛൻ വരുമെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് അച്ഛൻ ഇന്നലെ വന്നില്ല, ഇന്നാ വന്നേന്ന് പറഞ്ഞു. നന്നായി. അതെ ഞാനില്ലാതെ അങ്ങനെ ഇപ്പം നിങ്ങൾ ഒരു ട്രിപ്പും പോകണ്ട. അതെന്തിനാ? അതെ എനിക്ക് കൂടെ വരാൻ വേണ്ടിയിട്ടാ. ഞാനും കൂടെ വന്നാലല്ലേ സെറ്റാവുള്ളൂ. അയ്യോ അതിന് രേവതി ചേച്ചി വരുമോന്ന് കൃഷ്ണമോള് ചോദിച്ചു. പിന്നെ എന്നെ ഒന്ന് വിളിച്ചു നോക്ക്, വരുമോ ഇല്ലെന്ന് അപ്പം അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇപ്പോഴെന്തായാലും ട്രിപ്പൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഓ അതല്ലേലും അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് തിരക്ക് പണിയുണ്ട്, ഞാൻ പോയി പണിയട്ടെ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. കൃഷ്ണമോളോട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഭവിതയും പോവാണ്. അപ്പൊ കൃഷ്ണമോളോട് രോഹിത്തിന്റെ കാര്യം ചോദിച്ചു. രോഹിത്തേട്ടൻ മുറിയിലുണ്ടെന്ന് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. രോഹിത്തേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ഒരു രോഹിത്ത് ഇറങ്ങി എന്ന്. എന്താ കാര്യം എന്താ? അതെ ഒരാൾ കോൾ വെയിറ്റിങ്ങിലാ എന്ന് പറഞ്ഞു. കോൾ വെയിറ്റിങ്ങിലോ? വെറുതെ കള്ളത്തരം പറയല്ല. അതെ സത്യമായിട്ട് പറയുന്ന. ഒരു ക്യൂട്ട് ഫാനും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്യൂട്ട് ഫാനോ? അതെ രോഹിത്തേട്ടൻ്റെ ഫാൻ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രോഹിത്ത് വന്നു ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ആ വീരാന്നൊരു ഒറ്റ വിളിയായിരുന്നു. രേവതിക്കുട്ടിയുടെ ആ വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജ്യോതി ചോദിച്ചു, ഓഹോ മരംകൊത്തിയാണോ വിളിച്ചതെന്ന് ചോദിച്ചു. ആ അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ അവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ച, എത്തിയെന്ന് അറിയണ്ടെന്ന് ചോദിച്ചു. എത്തുകയും ചെയ്തു, നല്ല സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അതെ, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കാട്ടോ, സമയമുണ്ടേ മാത്രം. കൃഷ്ണമോള് പറഞ്ഞു, ഓ രോഹിത്തണ്ണല്ലേ, രോഹിത്തണ്ണ സമയം കുറവാ, ഭയങ്കര ബിസിയുടെ ആളാന്ന് പറഞ്ഞു. എങ്കിൽ ശരി ആയിക്കോട്ടെ, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വെച്ചു. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, ക്യൂട്ട് ഫാനാന്ന് പറഞ്ഞു. അതെ, നീ കൂടുതലൊന്നും പറയണ്ട, മിണ്ടാതെ പൊയ്ക്കോ അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് മുറിയിലേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേന് കൃഷ്ണമോള് ചിരിക്കുകയാണ്. ഈ സമയം അലീന ചായയൊക്കെ എടുത്തു ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബാലചന്ദ്രന് കൊണ്ടുപോയി അലീന ചായ കൊടുക്കണ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ നിനക്ക് ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാ അച്ഛാ? അതെ, തെന്മലയ്ക്കടുത്ത് കുളത്തൂപ്പുഴ എന്നുള്ളൊരു സ്ഥലത്താന്ന് പറഞ്ഞു. ആണോ, എങ്ങനെയുണ്ട് അച്ഛാ? വലിയ വീടും കാര്യങ്ങളും ഒക്കെയാന്ന് പറഞ്ഞു. വലിയ വീടോ? അതെ, വലിയ വീടും കാര്യങ്ങളോ, സെർവൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സെർവൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ എന്തിനാ ഞാൻ അവിടേക്ക് പോന്നേ? വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? അതെ, ഒരു മുതലാളി അവിടെ താമസിക്കണത്, പിന്നെ കുറച്ച് സെർവൻസ് ഒക്കെ ഉണ്ട്. അല്ല, അയാൾക്ക് ഫാമിലി ഇല്ലേ? ഫാമിലി ഉണ്ടാവും, ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. എങ്കിൽ പിന്നെ എന്തിനാച്ചാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന? സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ ആവശ്യമുണ്ടോ അവിടെ? സെർവൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്നേ. ആ വീടൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് വിടും, കാരണം വലിയ വീടാന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, എന്നാ അച്ഛാ ഞാൻ പോണ്ടേ? അതെ, അയാൾ പറയാന്ന് പറഞ്ഞു, നിന്നെ എടുക്കണോ വേണ്ടെന്ന്. ഇതുവരെയായിട്ട് ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പൊ എൻ്റെ ആവശ്യം അവിടെ ഇല്ല. ആവശ്യമില്ലാത്തടത്തേക്ക് അച്ഛൻ എന്നെ തിരികെ കയറ്റാൻ ശ്രമിക്കണം. അത് പിന്നെ മോളെ, അവിടെ നിനക്ക് കിട്ടുവാണെങ്കിൽ നീ സേഫ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നെ കൊണ്ടേ ആക്കാന്ന് വിചാരിച്ചേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ലച്ച, ആവശ്യമില്ലാത്തടത്ത് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, വലിയ വീടും കാര്യങ്ങളും സെർവൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ മോളുടെ ആവശ്യം ഉണ്ടായിരിക്കും. പിന്നെ അയാൾക്ക് കുറച്ച് സമയം വേണം ആലോചിച്ചൊരു തീരുമാനം എടുക്കാനെന്ന് മാത്രം പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അല്ല തന്നെ അവിടെ ആവശ്യമില്ലെന്ന്. അപ്പോഴേക്കും അലീന പറഞ്ഞു, എങ്കിൽ പിന്നെ അവിടേക്ക് എന്നെ പറഞ്ഞുകൊണ്ട കാര്യമുണ്ടോ അച്ഛാ? ഞാൻ പറഞ്ഞല്ലോ, അവിടെ കിട്ടുവാണെങ്കിൽ മോള് സേഫ് ആയിരിക്കുന്ന അത്ര സേഫ്റ്റി മോൾക്ക് വേറൊരിടത്തും കിട്ടത്തില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ അവിടേക്ക് പോയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.